ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി മട്ടൻ കറിയാണ്. നമുക്ക് മട്ടൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ? വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തണേ. കറിക്ക് ആവശ്യമായ സവാള, തക്കാളി, പച്ചമുളക് എന്നിവ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുക്കാം. കറിക്ക് ആവശ്യമായി ഞാനിവിടെ 2 സവാള, 2 തക്കാളി, 3 പച്ചമുളകും കൂടിയാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ കറിക്കായി ഞാൻ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. മൺചട്ടി ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിനു ശേഷം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് അരച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഉപ്പിട്ടിട്ടില്ല. നല്ലതുപോലെ ബ്രൗൺ ആയ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന 3 പച്ചമുളക് കൂടി ചേർത്ത് വെച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ വറുത്ത മുളകും മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ആവശ്യമായ കുരുമുളക് പൊടിയും മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ
പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് മട്ടൻ വേവിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കുറച്ച് ഇട്ട് കൊടുക്കാം. മട്ടൻ ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. വറ്റി വരുമ്പോഴേക്കും ആവശ്യത്തിന് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് മട്ടൻ കറി തയ്യാറാക്കി നോക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.